7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. ശബ്ദ പ്രചാരണം അല്പസമയം മുൻപാണ് അവസാനിച്ചത്. തെക്കൻ കേരളത്തിൽ 2 ജില്ലകളിലാണ് പരസ്യ പ്രചാരണം അവസാനിച്ചത്. തിരുവനന്തപുരവും കൊല്ലവും. തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, തെക്കൻ കേരളത്തിൽ പൊതുവെ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ അവസാന മണിക്കൂറുകൾ പിന്നിട്ട് പോയത്? സുരാജ്, വളരെ ആവേശവും അതോടൊപ്പം തന്നെ സമാധാനപരവുമായിട്ടുള്ള ഒരു പരസ്യ പ്രചാരണത്തിനാണ് തിരശ്ശീല വീണത്. 5 മണിയോടുകൂടി തന്നെ ഉച്ചയ്ക്ക് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിനാണ് സമാപനമായത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 വാർഡുകളിലെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം, പരസ്യ പ്രചാരണ പ്രവർത്തനമൊക്കെ നടന്നത് പേരൂർക്കടയിലായിരുന്നു. പേരൂർക്കടയിലെ കലാശക്കൊട്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെ തന്നെ ആവേശത്തിലാക്കിയ ഒരു കലാശക്കൊട്ട്. അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ നഗരസഭകൾ നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല തുടങ്ങിയ നഗരസഭകളിലെ വിവിധ കേന്ദ്രങ്ങളിലും വളരെ ആവേശത്തോടു കൂടി തന്നെ പ്രവർത്തകരും അനുഭാവികളും വോട്ടർമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കലാശക്കൊട്ടിനാണ് വേദിയായത്. പല ഘട്ടങ്ങളിലും അക്രമത്തിൻ്റെ അല്ലെങ്കിൽ സംഘർഷാവസ്ഥയുടെ സാഹചര്യങ്ങൾ ചില മേഖലകളിൽ നിന്നൊക്കെ ഉണ്ടായെങ്കിൽ പോലും കനത്ത പോലീസ് സുരക്ഷയുടെ ഒരു സാന്നിധ്യം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഹായകരമായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കൊല്ലം ജില്ലയിലും കോർപ്പറേഷനിൽ അതോടൊപ്പം തന്നെ നഗരസഭാ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഓരോരോ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തകർ അവരുടെ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ എത്തിയത്. സ്ഥാനാർത്ഥിക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രവർത്തകരും അതോടൊപ്പം തന്നെ വോട്ടർമാരും വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിൽ വ്യത്യസ്തത പുലർത്തിക്കൊണ്ടുള്ള അനൗൺസ്മെൻറ്റും വ്യത്യസ്തമാർന്ന ഫ്ലക്സുകളും വിവിധ വാദ്യമേളങ്ങളും ആഘോഷവും ഒക്കെ ആയിട്ട് ഒരു ഉത്സവ പ്രതീതി ഉണർത്തിക്കൊണ്ടുള്ള ഒരു കലാശക്കൊട്ടിന് തന്നെയാണ് ഇന്ന് ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകളാണ് കൃത്യമായ രീതിയിലുള്ള കണക്ക് കൂട്ടലുകളുടെ മണിക്കൂറുകൾ എന്ന് പറയുന്നത്. കാരണം കൃത്യമായി വോട്ടുകൾ എണ്ണി ഉറപ്പിക്കുന്ന ഒരു സമയമാണ് ഇനിയുള്ള മണിക്കൂറുകൾ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അവരെ അടുത്തറിയുന്നവർക്കും അവർക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നവർക്കും ഇനി റെസ്റ്റില്ലാത്ത ഒരു സമയമാണ്. ആ സമയത്തിലേക്ക് അവരെല്ലാവരും കടന്നിരിക്കുകയാണ്. ഇനി വ്യക്തി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നാളെ രാവിലെ മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഈ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. അതിനുശേഷം ആണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒരു സജ്ജീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ട് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വോട്ടർമാർ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യവും വരുന്നത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വടക്കൻ കേരളത്തിലെ 4 ജില്ലകളാണ് തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിശദാംശങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, പൊതുവെ എങ്ങനെയാണ് മലബാറിലെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടം? ആവേശകരമായ കുട്ടിക്കലാശമാണ് മലബാറിലെ 4 ജില്ലകളിൽ നടന്നത്. കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയത്തോടൊപ്പം പ്രാദേശിക വികസനങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് കൊട്ടിക്കലാശത്തോടു കൂടി അവസാനമായിരിക്കുന്നത്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ മലബാറിലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളാണ് തയ്യാറായിരിക്കുന്നത്. ഈ 4 ജില്ലകളിലും നഗരങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം ത്രിതല പഞ്ചായത്ത് വാർഡുകളും അതാത് ഡിവിഷനുകളും കേന്ദ്രീകരിച്ച് പ്രചാരണം കൊഴുപ്പിക്കുന്നതിലായിരുന്നു ഇരു മുന്നണികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രചാരണ ബോർഡുകളും കൊടിതോരണങ്ങളും താളമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടെ സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള റോഡ് ഷോകളായിരുന്നു കൊട്ടിക്കലാശത്തിലെ പ്രധാന ആകർഷണം. അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലെയും LDF, UDF നേതാക്കളുടെ നേതൃത്വത്തിലും കൊട്ടിക്കലാശം നടന്നു. കോഴിക്കോട് ബേപ്പൂർ മുതൽ എലത്തൂർ വരെ എളമരം കരീം MLA, A. പ്രദീപ് കുമാർ MLA തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയ റോഡ് ഷോ നടന്നു. കോഴിക്കോട് ജില്ലയിൽ പ്രധാന മത്സരം നടക്കുന്ന വടകരയിലും അതോടൊപ്പം കൊയിലാണ്ടിയിലും മറ്റ് മലയോര മേഖലകളിലെ പഞ്ചായത്തുകളിലെല്ലാം ആവേശകരമായ പ്രചരണമാണ് നടന്നത്. കണ്ണൂർ നഗരത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ LDF-ലെയും UDF-ലെയും പ്രധാനപ്പെട്ട നേതാക്കൾ അണിനിരന്നുകൊണ്ടുള്ള ആവേശകരമായ കൊട്ടിക്കലാശം നടന്നു. അതോടൊപ്പം തന്നെ കൂത്തുപറമ്പ്, തലശ്ശേരി, പയ്യന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ മേഖലകളിലും വലിയ രീതിയിലുള്ള ആവേശമാണ് കൊട്ടിക്കലാശത്തിൽ ഉണ്ടായത്. ഇതിനിടെ കണ്ണൂരിൽ നേരിയ സംഘർഷവും ഉണ്ടായി. മാടായി മുട്ടത്ത് LDF കൊട്ടിക്കലാശത്തിന് നേരെ മാരകായുധങ്ങളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തുകയായിരുന്നു. കത്തിക്കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ CPIM പ്രവർത്തകൻ ഇസ്മയിലിനെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ വൻ സുരക്ഷാ സന്നാഹത്തിന് നടുവിലായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. വയനാട്ടിൽ പ്രധാനമായും സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലുമാണ് കൊട്ടിക്കലാശം നടന്നത്. അതേസമയം കൽപ്പറ്റയിൽ സജീവമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കും അപ്പുറം വീടുകൾ കയറിക്കൊണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇരു മുന്നണികളും. BJPക്ക് സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയിലെ വടക്കൻ മേഖലകളിൽ BJP പ്രവർത്തകർ സജീവമായി തന്നെ
കൊട്ടിക്കലാശത്തിൽ അണിനിരന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് നഗരത്തിലും കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, നീലേശ്വരം തുടങ്ങിയ മേഖലകളിലും കൊട്ടിക്കലാശത്തിൽ സജീവമായി ഇരു മുന്നണികളുടെയും പ്രവർത്തകർ രംഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം ചെറിയ SDPI വെൽഫെയർ പാർട്ടികളും മറ്റ് പ്രാദേശിക പാർട്ടികളും വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമായി ഇവരും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു. സുരാജ്, ഇനി നിർണായകമായ മണിക്കൂറുകളാണ് നടക്കുന്നത്. തങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാതിരിക്കാൻ കൃത്യമായി തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരിക്കും ഇനി അണിയറയിൽ മുന്നണികൾ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്ത പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനുള്ള മണിക്കൂറുകളാണ് ഇനി അവശേഷിക്കുന്നത്. അതിനുശേഷം ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മലബാറിലെ 4 ജില്ലകളിലും അന്തിമ വിധി എഴുതാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. സിജു കണ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മധ്യകേരളത്തിൽ ഇടുക്കിയിലാണ് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. സമീർ വാഴങ്ങോട് ചേരുന്നു ഇടുക്കിയിൽ നിന്നും. സമീർ, എങ്ങനെയാണ് ഇടുക്കിയിലെ കാഴ്ച? സൂര്യാജ്, വളരെ ആവേശത്തോടു കൂടെ തന്നെയായിരുന്നു വിവിധ പാർട്ടികൾ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളുമായിട്ട് തന്നെയാണ് കൊട്ടിക്കലാശം കൊണ്ടാടിയത്. ഇനി നടക്കാനിരിക്കുന്ന നാളത്തെ ഒരു മൗന പ്രചാരണത്തിന്റെ ദിനം മാത്രമാണ് ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിയ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളും അവരവരുടെ കൊടിതോരണങ്ങളും ഒപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകളുമെല്ലാമായി നഗരവീഥികൾ കൈയടക്കുന്ന കാഴ്ചയായിരുന്നു ഉച്ചയ്ക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇടുക്കി ജില്ലയിലുള്ള എല്ലാ ജനങ്ങളും ഉള്ളത്. വലിയ വിവിധ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പട്ടയ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കസ്തൂരംഗൻ റിപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള വിവിധ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കേരള കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഭിന്നതകളുമെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. പ്രത്യേകിച്ചും കേരള കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള അടിത്തറയുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല എന്നുള്ള വിശ്വാസമായി UDF രംഗത്തുണ്ട്. ഏതായാലും വലിയ ആഘോഷ പരിപാടികളോട്ട് തന്നെയായിരുന്നു. നേരിയ ഒരു മഴ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ മഴയൊന്നും വകവയ്ക്കാതെയുള്ള അവസാനപ്പെട്ട പരസ്യ പ്രചരണമായിട്ട് തന്നെയായിരുന്നു ഇടത് വലത് മുന്നണികൾക്കും BJPയും. ഏതായാലും 8,49,000 പേരാണ് തിങ്കളാഴ്ച ഇടുക്കി ജില്ലയിൽ നിന്ന് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനിരിക്കുന്നത്. സുരേഷ്, ശരി, സമീറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.